വെൽക്കം ടു മൈ ക്ലാസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൾട്ടിപ്പിൾ അലീൽസിനെ കുറിച്ചാണ്. അലീലിക് ഇന്ററാക്ഷനിലെ മൂന്നാമത്തെ എക്സാമ്പിൾ ഞങ്ങൾ പറഞ്ഞിരുന്നുള്ള മൾട്ടിപ്പിൾ അലീൽസിനെ കുറിച്ചാണ് എന്തെയ്യുന്നത് ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നതാണ് ഹോമോലോഗസ് ക്രോമസോമിന്റെ സെയിം ലോക്കസിലുള്ള സെയിം ജീനിന്റെ മൂന്നോ അതിലധികമോ ആൾട്ടർനേറ്റീവ് ഫോംസ് എന്ത് ചെയ്യുക, നമ്മൾ മൾട്ടിപ്പിൾ അലീൽസ് വിളിക്കാം. ഓക്കെ, ഒരു ഹോമോലോഗസ് ക്രോമസോമിന്റെ സെയിം ലോക്കസിൽ കാണുന്ന സെയിം ജീനിന്റെ മൂന്നോ അതിലധികമോ ആൾട്ടർനേറ്റീവ് ഫോംസിനെ നമ്മൾ വിളിക്കുക മൾട്ടിപ്പിൾ അലീൽസ് വിളിക്കാം. ഓക്കെ, അതായത് ജീനിന്റെ മൂന്നോ അതിലധികമോ ആൾട്ടർനേറ്റീവ് ഫോംസ് എന്ത് ചെയ്യണം, ഹോമോലോഗസ് ക്രോമസോമിന്റെ സെയിം ലോക്കസിൽ ഉണ്ടെങ്കിൽ അതെന്ത് വിളിക്കുക, നമ്മൾ മൾട്ടിപ്പിൾ അലീൽസ് വിളിക്കാം. ഓക്കെ, അതെന്ത് ചെയ്യും, ഒരു പോപ്പുലേഷനിൽ തരും ഒരു പ്രത്യേക ക്യാരക്ടർ എന്ത് ചെയ്യും, കോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു ജീനിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ അലീൽസും അതുപോലെ തന്നെ ആ ജീന് നോൺ മെന്റേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുകയും ചെയ്താൽ അതിനെ വിളിക്കുന്നത് എന്താണ്, മൾട്ടിപ്പിൾ അലീൽസ് എന്നായിരിക്കും. ഓക്കെ, ജീനിനെ കൺട്രോൾ ചെയ്യുന്നത് രണ്ടിൽ കൂടുതൽ അലീലായിരിക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യും, നോൺ മെന്റേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുകയും ചെയ്താൽ അതിനെ വിളിക്കുന്നത് മൾട്ടിപ്പിൾ അലീലിസം എന്നാണ് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് എന്ത്, നമ്മുടെ എബിയോ ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ആർച്ച് ഫാക്ടർ ഇൻ ഹ്യൂമൻ, അതുപോലെ തന്നെ ഐ കളർ ഇൻ ഡ്രോസോഫില. ഇതൊക്കെ എന്താണ്, ഈ മൾട്ടിപ്പിൾ അലീൽസിനും എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, എബിയോ ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ചു. നമുക്ക് സാധാരണ ചെയ്യുന്നതാണ് ബ്ലഡ് ഗ്രൂപ്പിംഗിൽ എബിയോ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ചെയ്യാറുള്ളത്. ഈ എബിയോ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൻ ആയിട്ട് 3 അലീലാണ്. ഓക്കെ, 3 അലീലാണ്. ഒന്ന് IA, അതെന്താണ്, എ ആന്റിജനെ എ ഗ്രൂപ്പിനെ കോഡ് ചെയ്യും. അതുപോലെ IB, അതെന്ത് ചെയ്യും, ബി ആന്റിജനെ ബി ഗ്രൂപ്പിനെ കോഡ് ചെയ്യും. അതുപോലെ അടുത്താണ് മൂന്നാമതാണ് I. ഈ I സ്മോൾ ആയിരിക്കും, അതെന്താണ്, O ഗ്രൂപ്പിനാണ്. ഈ I എന്തായിരിക്കും, എപ്പോഴും റിസീവ് ആയിരിക്കും. ഓക്കെ, അതിനെന്താണ്, IA-യും IB-യും എന്താണ്, കോഡോമിനന്റ് ആണ്. കാരണം ഒരേ സമയം എന്ത് ചെയ്യും, അത് എക്സ്പ്രസ് ആവും. അതുപോലെ സ്മോൾ I എന്താണ്, അത് റിസീവ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞ 3 അലീൽസ് ഇതിലുണ്ടായിരിക്കും. ഇതെന്ത് ചെയ്യും, ഈ 3 അലീൽസിനും കൂടെ എന്ത് ചെയ്യാം, കോമ്പിനേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, മനുഷ്യരിൽ എന്ത് ചെയ്യാം, ആനിമൽസ് എന്ത് ചെയ്യാം, അവിടെ 4 ബ്ലഡ് ഗ്രൂപ്പ് ഫിനോടൈപ്സ് ഉണ്ടാവും. ഓക്കെ, ഈ 3 അലീൽസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 3 അലീൽസിന്റെ കോമ്പിനേഷൻ കൂടി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതെന്ത് ചെയ്യാം, 4 ബ്ലഡ് ഗ്രൂപ്പ് ഫിനോടൈപ്സ് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. അതില് ഫസ്റ്റ് വൺ ആണെന്ത്, ടൈപ്പ് എ. നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ബ്ലഡ് ഗ്രൂപ്പ് എയുടെ കേസ് എന്ത് ചെയ്യാം, ജീനോടൈപ്പ് ചിലപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, ബ്ലഡ് ഗ്രൂപ്പ് എയുടെ കേസിൽ ജീനോടൈപ്പില് ചിലപ്പോൾ എന്തായിരിക്കാം അതുണ്ടാവുക, 2 അലീലും ഹോമോസൈഗസ് എ ആയിരിക്കും ഉണ്ടാവുക. അതായത് IA, IA, IA ആയിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഒരു അലീൽ എന്തായിരിക്കും, IA ആയിരിക്കാം, IA ആയിരിക്കാം, മറ്റെന്തായിരിക്കും ഉണ്ടാവുക, സ്മോൾ I ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ്, IA ഡോമിനന്റ് ആണ്, അതെന്ത് ചെയ്യും, അത് എക്സ്പ്രസ് ആയി എന്ത് ചെയ്യും, അത് ബ്ലഡ് ഗ്രൂപ്പ് എ കാണിക്കും. ഓക്കെ, ഇവിടെ രണ്ടും എന്താണ്, ഹോമോസൈഗസ് ആണ്. അതുകൊണ്ട് അവിടെ പിന്നെ ഡൗട്ട് ഒന്നുമില്ല, അവിടെ എന്താണ്, അത് ബ്ലഡ് ഗ്രൂപ്പ് എ തന്നെ കാണിക്കുള്ളൂ. പിന്നെ രണ്ടാമതാണ് എന്ത്, ബ്ലഡ് ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞ ടൈപ്പ് ബി എന്താണ്, ജീനോടൈപ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടും ഹോമോസൈഗസ് ബി ആയിരിക്കാം. അതിൽ IB, അതുപോലെ IB ആയിരിക്കാം. അവിടെ പിന്നെ ഡൗട്ട് ഇല്ല, രണ്ടും ഡോമിനന്റ് ആണ്. അതെന്താണ്, ഹോമോസൈഗസ് ഡോമിനന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ ബി ഗ്രൂപ്പ് ആയി കാണിക്കുക. പിന്നെ അതിൽ തന്നെ വേറെ കോമ്പിനേഷൻ ചാൻസ് എന്താണ്, ഒരു അലീൽ എന്തായിരിക്കാം, IB ആയിരിക്കാം, IB ആയിരിക്കാം. അതെന്ത് ചെയ്യും, അതും അതുപോലെ റിസീവ് സ്മോൾ ഐയും വരാം. അപ്പൊ എന്തായിരിക്കും ഉണ്ടാവും, അവിടെ ഈ IB എന്ത് ചെയ്യും, അവിടെ എക്സ്പ്രസ് ആവുകയും ചെയ്യും. അത് ബ്ലഡ് ഗ്രൂപ്പ് എന്ത് തരും, ബി ഗ്രൂപ്പ് തരികയും ചെയ്യും. പിന്നെ അടുത്താണ് എന്ത്, ടൈപ്പ് AB. ഇതാണ് കോഡോമിനൻസിന്റെ കേസ് പറയാം. ഇവിടെ ജീനോടൈപ്പിൽ എന്തായിരിക്കും ഉണ്ടാവുക, IA-യും IB ഉണ്ടാവും. അപ്പൊ ഈ കേസ് എന്ത് ചെയ്യും, ഇവിടെ രണ്ടും എന്ത് ചെയ്യും, എക്സ്പ്രസ് ആവും. ബ്ലഡ് ഗ്രൂപ്പ് എന്തായി മാറും, ബ്ലഡ് ഗ്രൂപ്പ് അവിടെ AB ആയി മാറും. ഓക്കെ, ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് AB ആയി മാറും. അത് കോഡോമിനൻസ് ആണ്. പിന്നെ നാലാമത്തെ ഗ്രൂപ്പാണ് എന്ത്, ടൈപ്പ് O ഗ്രൂപ്പ് തന്നെ. അവിടെ ജീനോടൈപ്പ് എന്താണ്, I ആണ് വരിക, സ്മോൾ I ആണ് വരിക, റിസീവ് ആയിട്ടുള്ള I ആണ് വരിക. അപ്പൊ അവിടെ ഒന്നും ഉണ്ടാവില്ല, ആന്റിജൻസ് ഒന്നും പ്രസന്റ് ആയിരിക്കൂല. അപ്പൊ എന്താണ്, അത് O ഗ്രൂപ്പ് ആയിട്ട് മാറുകയും ചെയ്യും. ഇതാണെന്ത്, മൾട്ടിപ്പിൾ അലീൽസ് തന്നെ. നമ്മൾ അലീൽ ഇന്ററാക്ഷനിലെ മൾട്ടിപ്പിൾ അലീൽസ് ആണ് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ് ദിസ് ക്ലാസ്.